എല്ലാവർക്കും നമസ്കാരം. കണ്ണൻ്റെ രാധിക എന്നുള്ള ഈ ചാനലിലോട്ട് സ്വാഗതം കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലും അതുപോലെ വീഡിയോയും കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഈ ചാനലിലൂടെ പറയുന്നത് കണ്ണൻ്റെ കഥകളും അതുപോലെ എൻ്റെ കൃഷ്ണനുമായിട്ട് അല്ലെങ്കിൽ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവ കഥകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ ഒരുപാട് കമൻറ്റുകളിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ എനിക്കിങ്ങനെ കണ്ണനെ സംബന്ധിക്കുന്ന വിശേഷങ്ങളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏതൊരു ഭക്തയെ പോലെ തന്നെയാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടുകൂടെയാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു കമൻറ്റുകൾ കാണുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ അഹങ്കാരമൊക്കെ പോകുമെന്ന് പറയില്ലേ, അതായത് എനിക്ക് കുറച്ചൊരു അഹങ്കാരം ഇല്ലാതിരുന്നില്ല. കണ്ണൻ കണ്ണൻ്റെ ഓരോ അനുഭവങ്ങളും കിട്ടുമ്പോൾ കൃഷ്ണന് എന്നെ ഭയങ്കര കാര്യമാണ്, അല്ലെങ്കിൽ എന്നോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, എന്നോട് ഇഷ്ടമായിരിക്കും എന്ന് പറയുന്നതിന് തെറ്റില്ല. പക്ഷെ എന്നോട് മാത്രം പ്രധാനമായിട്ടുള്ളൊരു കാര്യമായിരിക്കുമല്ലോ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെയെന്ന് തോന്നിയിരുന്നു. ഒരു അഹങ്കാരം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ കാണുമ്പോഴും, അതായത് അവർക്ക് കണ്ണനോടുള്ള ഭക്തി, അതൊരു ചെറിയൊരു ഫോട്ടോ കാണുമ്പോൾ പോലും, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഉള്ള അവരുടെ ആ ഒരു ഇമ്പാക്റ്റ്, ഒരു മനസ്സിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഭക്തി അല്ലെങ്കിൽ സന്തോഷം കാണുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അഹങ്കാരമൊന്നും ഇല്ലാതായി പോകുന്നു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നേക്കാൾ എന്തോരം ഭക്തിയുള്ള ആൾക്കാരാണ്, അതുപോലെ എന്നേക്കാൾ എത്രത്തോളം കണ്ണൻ്റെ അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒന്നുമല്ല എന്നുള്ള ഒരു അഹങ്കാരം എന്നിൽ നിന്ന് പോവാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ കമൻറ്റുകളെന്ന് പറയില്ലേ. അതാണ് വേണ്ടത് അല്ലേ, ഭക്തി. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് രുക്മിണി സ്വയംവരത്തിൻ്റെ ഒരു കാര്യമാണ്. അത് രുക്മിണി സ്വയംവര കഥയല്ല ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രുക്മിണി സ്വയംവരം, രുക്മിണി ദേവീനെ പറയുമ്പോൾ തന്നെ ഒരു പ്രാവശ്യം കണ്ണൻ ഇങ്ങനെ രുക്മിണി ദേവീനെയും പരീക്ഷിക്കുന്നുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നറിയില്ല, അതിന് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ രുക്മിണി ദേവിനെ പരീക്ഷിക്കുന്നത് വേറൊന്നുമല്ല, രുക്മിണി ദേവിക്ക് ഈ പറഞ്ഞ മാതിരി ഇങ്ങനൊരു അവസ്ഥ വന്നു പോകുന്നുണ്ട്. ഒരു സമയത്ത് കണ്ണൻ എന്നെ മാത്രം സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ കണ്ണൻ്റെ അടുത്ത് എനിക്ക് അത്രമാത്രം അധികാരമുണ്ട്, ഞാൻ മാത്രമാണ് എല്ലാം എന്നുള്ളൊരു രീതിയിൽ ചിന്ത വരുമ്പോൾ കൃഷ്ണൻ അത് വളരെ നിസ്സാരമായിട്ട് മാറ്റിക്കൊടുക്കും. ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ചെറിയ രീതിയിലൊരു അഹങ്കാരമാണല്ലോ, അത് മാറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണൻ എനിക്ക് എൻ്റെ ഒരു അഹങ്കാരം മാറ്റിത്തരാൻ ഉപയോഗിച്ചൊരു ഉപാധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങളുടെയൊക്കെ ഒരുപാട് പേരുടെ ഇങ്ങനെ അനുഭവങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃഷ്ണനോടുള്ള ആ ഒരു ഭക്തിയുടെ ആഴം ഓരോ കമൻറ്റുകളിലും എനിക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയുക ചെയ്യണത്. അപ്പോൾ അത് എന്താ പറയുക, ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. ഞാനിത് കുറേ നാളായി പറയണമെന്ന് വിചാരിക്കണം ഓരോ വീഡിയോ കാണുമ്പോഴും. പിന്നെ എനിക്ക് വീഡിയോസ് കണ്ടിന്യൂസ്ലി അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ടാണ്. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ചെറുപ്പം മുതലേ കണ്ണനെ എന്താ പറയുക, എൻ്റെ സ്വന്തം അല്ലെങ്കിൽ എൻ്റെ ആരോ ആണ്, അങ്ങനെ ഒരു രീതിയിലാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ ഒരു ദൈവം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മനസ്സിലായോ, അതായത് ഒരു റെസ്പെക്റ്റോടെ ഭയഭക്തി ബഹുമാനത്തോടെ അല്ല ഞാൻ കൃഷ്ണനെ ആരാധിച്ചിട്ടുണ്ടായിരുന്നത്. ചെറുപ്പം തൊട്ട് അറിയില്ല, അത് വേറെ കാര്യം. പിന്നെ കൃഷ്ണൻ എന്തോ നമ്മളാണ്, ഞാൻ തന്നെയാണ് എന്നുള്ളൊരു രീതി ഉണ്ടാവില്ല. ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ആണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇപ്പോൾ ഓരോ ദൈവങ്ങളുടെ അടുത്തും നമുക്കൊരു ഇപ്പോൾ മനുഷ്യന്മാരോടുള്ള പോലെ തന്നെ ഒരു അകൽച്ചയല്ല, ഒരു റെസ്പെക്റ്റോട് കൂടിയുള്ള ഒരു അകൽച്ച ഉണ്ടാവില്ലേ, അതുപോലെയാണ് ബാക്കി എല്ലാവരും. എങ്കിൽ എനിക്ക് കണ്ണൻ അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ദിവസവും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക അങ്ങനെയൊന്നും പറ്റാറില്ല. കാരണം നമ്മുടെ അടുത്ത് ഒരു ദേവീ ക്ഷേത്രമാണുള്ളത്. അപ്പോൾ ദേവിയുടെ അമ്പലത്തിൽ പോവും, അത് തന്നെ. അല്ലാതെ കണ്ണനുമായിട്ട് അങ്ങനെ ബന്ധം വരാനായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടോ ചെറുപ്പം മുതലേ കൃഷ്ണനോടായിരുന്നു താല്പര്യമൊന്നുമല്ല, കൃഷ്ണനോടായിരുന്നു കുറച്ചുകൂടെ കൂട്ടുകൂടുതൽ. ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കാമുകനാണ്, ഭർത്താവാണെന്നുള്ള മാതിരി. എനിക്ക് കണ്ണനാണ് എൻ്റെ എല്ലാം എന്നുള്ളൊരു രീതിയായിരുന്നു. അത് മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഇത് പറയാനുള്ളതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇത് തന്നെ, രുക്മിണി സ്വയംവരമായി ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷ്ണനെ തന്നെ മനസ്സിൽ വിചാരിച്ച് നടക്കുന്ന ഒരാളാണ്. കണ്ണനെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ കണ്ണൻ തന്നെ ആവണം, അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് പറയുമ്പോൾ എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എല്ലാവരും ഇങ്ങനെ ചിന്തിക്കണവരാണോ അതൊന്നും എനിക്കറിയില്ല. ഇതിൽ തെറ്റുണ്ടോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ അങ്ങനെ ആയിരുന്നു വിചാരിച്ച് നടക്കുന്നുണ്ടായിരുന്നത്.
അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ സ്ഥിരം നവാഹയജ്ഞങ്ങളാണ് നടക്കാറുള്ളത്, ദേവിയുടെ കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ദേവിയുടെ അമ്പലമാണല്ലോ. അതല്ലാതെ കണ്ണൻ്റെ കഥകളൊന്നും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. വളരെ കാലം മുൻപ് തൊട്ടിട്ട് തന്നെ എല്ലാ വർഷവും നവാഹയജ്ഞങ്ങൾ നടക്കാറുണ്ട്. അതല്ലാതെ ഈ 7 ദിവസത്തെ സപ്താഹങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല, ആ അമ്പലത്തിൽ ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ. പിന്നെ എൻ്റെ അമ്മ ഈ പറഞ്ഞ മാതിരി ഭക്തി കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസവും ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോകാറുണ്ട്. അങ്ങനെ ആ ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ. ഗുരുവായൂർ പോവുക, ഗുരുവായൂർ കണ്ണനെ കാണുക, എത്ര ഇതാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര വയ്യാന്നുണ്ടെങ്കിലും ഗുരുവായൂർക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുൻപേ ചാടി എണീറ്റ് പുറപ്പെടും, അങ്ങനെയാണ്. അപ്പം അത് മാത്രം ആണ് എനിക്ക് കണ്ണനുമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു അഭേദ്യമായ ബന്ധം വളരാനുള്ള കാരണം എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ നമ്മൾ സ്ഥിരമായിട്ട് ഒരു കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആ അമ്പലത്തിലോട്ട് പോകുമ്പോഴൊക്കെ അല്ലേ അങ്ങനെ ഒരു ഫീല് വരിക. എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. ഇത് എന്തുകൊണ്ടും അങ്ങനെ ആയിപ്പോയി, അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ബേസ്, ഇതാണ്. ചെറുപ്പം മുതലേ കണ്ണനെ ആരാധിച്ച് അല്ലെങ്കിൽ കണ്ണനെ മാത്രം മനസ്സിൽ വിചാരിച്ച് കണ്ണനാണ് എൻ്റെ എല്ലാം എന്നുള്ളൊരു രീതിയിൽ നടക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ എന്താ പറയുക, സപ്താഹങ്ങളിലൊക്കെ രുക്മിണി സ്വയംവരമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അവിടെ ഇവിടെയും ഒക്കെ നടക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു വളരെ റെയറായിട്ട് നേരിട്ട് കണ്ടിട്ടുള്ളൂ രുക്മിണി സ്വയംവരം എന്താണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ രുക്മിണി സ്വയംവരം ചെയ്യുന്ന ആ കുട്ടി രുക്മിണിയായിട്ട് തന്നെയാണല്ലോ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ദേവിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കണ്ണനെ വിവാഹം ചെയ്യുന്നു, അങ്ങനെയാണല്ലോ. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈശ്വര എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടാവുമോ, എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുമോ എന്നുള്ളത് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്തുനിന്ന് വേറൊരു അമ്പലത്തിലോട്ട് ഇങ്ങനെ നമുക്കതിന് നേർച്ച വഴിപാട് അങ്ങനെയൊന്നും ഇല്ലല്ലോ. വർഷത്തിലൊരിക്കലല്ലേ ഈ ഒരു സംഭവം നടക്കുള്ളൂ. അപ്പോൾ അതിന് തന്നെ ഈ അമ്പലക്കാരല്ലേ അത് ഡിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ അവർക്ക് അറിയാവുന്ന ആൾക്കാരെ തന്നെയാണല്ലോ ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ അമ്പലത്തിലൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും, അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചാൽ അതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു കേട്ടോ. എവിടെ രുക്മിണി സ്വയംവരത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഞാൻ വിചാരിക്കും, ദൈവമേ എനിക്ക് എന്നാ അങ്ങനെ ഒരു ഇത് കിട്ടുക, ഭാഗ്യം കിട്ടുക, കണ്ണനെ ആദ്യം കല്യാണം കഴിക്കണം. സത്യമായിട്ടും അങ്ങനൊരു മൈൻഡ് സെറ്റായിരുന്നു എൻ്റെ. അത് ഇപ്പോൾ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നോ അതെനിക്കറിയില്ല. മീൻസ് എന്താണ് നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു അനുഭവം ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അതിൽ കൂട്ടിക്കലർത്തലുകളോ മിക്സിയിലോ അങ്ങനെയൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പച്ചയായിട്ട് പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കൃഷ്ണനെ കല്യാണം കഴിക്കണം, കണ്ണനെ കല്യാണം കഴിക്കണം, ഇതാണ് എൻ്റെ മനസ്സിൽ. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. യുവതികളാണെന്നുണ്ടെങ്കിൽ കണ്ണനെ ഭർത്താവായിട്ട് കിട്ടണം, അല്ലെങ്കിൽ അമ്മമാരാണെങ്കിൽ കണ്ണനെ പോലുള്ളൊരു മോനെ കിട്ടണം, വയസ്സായ ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഈ കണ്ണനെ പോലെയുള്ള മക്കളെ കിട്ടണം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ഞാനും ചിന്തിച്ചിട്ടുള്ളത്, അതിൽ വേറെ തെറ്റൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ആ ഒരു മെൻറ്റാലിറ്റി അതിപ്പോൾ എത്രത്തോളം എനിക്ക് പറഞ്ഞ് നിങ്ങളെ ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മളൊരാളെ പ്രണയിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു ഫീലായിരുന്നു എനിക്ക് കണ്ണനോട് എന്ന് പറയില്ല. ഇപ്പോഴും അത് തന്നെയാണ് കേട്ടോ, അതേപോലെ തന്നെയായിരുന്നു. അപ്പോൾ അത്രയും ആ ഒരു എന്താ പറയുക സ്നേഹം മനസ്സിൽ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഈ ഒരു രുക്മിണി സ്വയംവരമൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എന്നാലും ഭഗവാനെ, കല്യാണം കഴിഞ്ഞവർക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ, കന്യകമാർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിഗ്രി സമയമൊക്കെ കഴിഞ്ഞു, അപ്പോഴത്തേനും എനിക്ക് കല്യാണമൊക്കെ ആലോചിക്കാൻ തുടങ്ങി. പക്ഷേ പഠിപ്പ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ MBA പഠിക്കാൻ വേണ്ടി പോയത് ഹോസ്റ്റലിൽ നിന്നിട്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ആദ്യമായിട്ട് ഞങ്ങളുടെ അമ്പലത്തിൽ ഇത് തുടങ്ങുന്നത്, സപ്താഹം തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ സംഭവങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല, സപ്താഹം തുടങ്ങുകയാണെന്നുള്ളത് അറിയാം. എന്നാണ് രുക്മിണി സ്വയംവരം, ഏത് ഡേറ്റിലാണ്, എത്ര ദിവസമാണെന്നൊന്നും എനിക്കറിയില്ല. അന്നത്തെ ദിവസം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരിക, അപ്പോഴാണ് അന്നത്തെ ദിവസമാണ് രുക്മിണി സ്വയംവരം എന്ന് അറിയണത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് മുന്നേ അറിയില്ല, ഞാൻ നാട്ടിലില്ല, ആ ദിവസം ഞാൻ വരുന്ന കാര്യമൊന്നും അറിയില്ലല്ലോ. അവർ ഓൾറെഡി വേറൊരാളെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ മേ ബി ഒരവസരം ആ സമയത്ത് കിട്ടുമായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. വിഷമം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം ഉറപ്പിക്കല്ല, കല്യാണം ഏകദേശം ആവും. MBA ഫൈനലാണ്. സോ അത് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കല്യാണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു വർഷം കൂടെ കിട്ടുമോയെന്ന് അറിയില്ല, ഒരു വർഷം കൂടെ
വെയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കല്യാണത്തിന് ഗ്യാപ്പ് ഉണ്ടോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അവിടെ ഇല്ലാത്ത കാരണം കൊണ്ടായിരിക്കും അത് മിസ്സായി പോയത്, അല്ലെങ്കിൽ എനിക്കതിനുള്ള യോഗം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കണ്ണൻ എന്നെ ഇഷ്ടമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ വിഷമിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണനോട് തന്നെ ഒരുപാട് പരാതി പറഞ്ഞിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഒരാൾക്ക് മാത്രം ഇഷ്ടമുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ടും കൂടെ ഇഷ്ടം വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നല്ല രീതിയിൽ വിഷമിച്ചിട്ടുണ്ട്. നമ്മളെങ്ങനെയാണ് നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരാളെ വീട്ടിൽ കെട്ടിച്ചു തരാതിരിക്കുക, അതേ ഫീലായിരുന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് വേറെ ഏതൊരു കുട്ടി എടുത്തു. അപ്പം ഞാനിങ്ങനെ അവരുടെ ആ ഒരു ഭാഗ്യത്തിൽ എന്താ പറയുക, അസൂയ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും എന്ത് ഭാഗ്യമല്ലേ ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതും കല്യാണ പെണ്ണിനെ പോലെ അണിഞ്ഞൊരുങ്ങി കണ്ണനെ കല്യാണം കഴിക്കാൻ പോണതും അയ്യോ എനിക്ക് ആലോചിക്കാൻ വയ്യ. അന്ന് ഒരുപാട് കരഞ്ഞു. അതിനുശേഷം ഞാൻ വിചാരിച്ചു എനിക്ക് ഇതായിരിക്കും, യോഗം ഉണ്ടാവില്ല, നമുക്ക് എന്താ പറയുക, ആഗ്രഹിച്ചതൊക്കെ നടക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നാലും എൻ്റെ മനസ്സിൽ ആ വിഷമം, കണ്ണൻ എന്നെ വേണ്ടല്ലോ എന്നുള്ളൊരു വിഷമം അപ്പോഴും ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നോർമലായിട്ട് പോയി. എൻ്റെ അമ്മയ്ക്ക് അറിയാം ഈ പറഞ്ഞ മാതിരി എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ മാതിരി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അമ്മ അങ്ങനെ സമാധാനം, ഞാൻ ഒന്നും പുറത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അമ്മയ്ക്ക് അറിയാലോ, അമ്മമാർക്കറിയാലോ, അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, അത് വിട്ടു. പിന്നെ ഞാൻ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് പഠിക്കലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വർക്കിന് ചെയ്യാൻ ജോലിക്ക് കയറിയ സമയത്താണ് തോന്നുന്നു, എന്തോ സൺഡേ ഇങ്ങോട്ടാണ്. ഇതൊക്കെ കഴിഞ്ഞ് കുറേ കാലമായിട്ടോ, കുറേ ദിവസം കഴിഞ്ഞു. MBA കഴിഞ്ഞു, അതിനുശേഷം ജോലിക്ക് കയറി. അതിനിടയിൽ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇത് നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. എന്തായാലും ഈ കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം അമ്മ, ഞാൻ പറഞ്ഞല്ലോ, അമ്മ ഒരുപാട് ഭക്തിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ അമ്പലങ്ങളിലായിരിക്കും തൊഴുക, പൂജകൾ, വഴിപാട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അടുത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് അമ്പലങ്ങളുണ്ട്. ഞങ്ങൾ ഗ്രാമപ്രദേശമായത് കാരണം കൊണ്ട് തന്നെ അടുത്തടുത്തടുത്ത് എല്ലാ ദൈവങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ മാതിരിയാണ്. ഒത്തിരി മാറിക്കഴിഞ്ഞ് വെച്ചാൽ കണ്ണനും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദൂരമുണ്ട്, നമുക്ക് എന്നും നടന്നു പോയി വരിക എന്നുള്ളത് പോസിബിൾ അല്ല എന്ന് മാത്രം. അങ്ങനെ അപ്പോൾ ഒരുവിധം എല്ലാ അമ്പലത്തിലും എത്തും. അങ്ങനെ ഒരു ദിവസമാണ് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള അയ്യപ്പൻ്റെ ഒരു അമ്പലമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, തൃശ്ശൂരുള്ളവർക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, അകമല എന്ന് പറഞ്ഞിട്ട്. ഇവിടെ അകമല അയ്യപ്പൻ്റെ ശാസ്താക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ തൊഴാൻ പോയതാ. ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു, അതോ ഞായറാഴ്ച ശനിയാഴ്ച എങ്ങാണോ. അപ്പോൾ തൊഴാൻ പോയി, തൊഴുത് കഴിഞ്ഞിട്ട് അവിടെ പ്രസാദൂട്ടുണ്ടെന്ന് പറഞ്ഞു, എന്തോ വിശേഷം, ഈ സപ്താഹം നടക്കുമായിരുന്നു. നമുക്കറിയില്ല കേട്ടോ അതിനെ പറ്റിയിട്ട്, അവിടെ നടക്കുന്നുണ്ടോ ഒന്നും അറിയില്ല. നമ്മൾ രാവിലെ തൊഴാൻ പോയി, അപ്പം എന്നാൽ കുറച്ച് സപ്താഹം കേൾക്കാമെന്ന് പറഞ്ഞവിടെ ഇരുന്നു. അന്നത്തെ ദിവസം രുക്മിണി സ്വയംവരമാണെന്നും അറിയില്ല. അപ്പോൾ ഇതെനിക്കും അറിയില്ല കേട്ടോ, ഞാനും ഇത് വിചാരിച്ചിട്ടല്ല അവിടെ ഇരിക്കണേ. അപ്പോൾ കഥ കേട്ട് തുടങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റേജിൽ നിന്ന് അവരിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാനിങ്ങനെ സൈഡിലിരിക്കുക. അപ്പോൾ നമ്മളിതൊന്നും പ്രിപ്പയർ ചെയ്തിട്ടല്ല പോയത്. അപ്പോൾ ഇങ്ങനെ കഥ ഇപ്പോൾ ഈ രുക്മിണി സ്വയംവരത്തിനുള്ള സമയമായി തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അറിയണവരാരേലും ആയിരിക്കുമോ, അങ്ങനെ ഒരു രീതിയാണ്. എന്നിട്ട് അവരെന്നെ വന്നിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, രുക്മിണി സ്വയംവരത്തിൻ്റെ കണ്ണനെ എടുക്കാൻ പറ്റുമോ, രുക്മിണിയായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമോ, നമുക്ക് ആളെ വരാമെന്ന് പറഞ്ഞത് വന്നിട്ടില്ലയെന്നോ, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആളില്ല ആ സമയത്ത്. അപ്പോൾ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല. ഞാനിങ്ങനെ എന്ത് പറയുമ്പോഴും എനിക്ക് കരച്ചിൽ വരണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അനുഭവിച്ച ആ ഒരു സന്തോഷം. എനിക്കിങ്ങനെ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ ഫസ്റ്റ് കരച്ചിലാണ് വരിക. അപ്പോൾ സന്തോഷത്തോടെയുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയില്ലേ, അങ്ങനെ. അമ്മയ്ക്കും അതായത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. അതായത് ഇനി ഒരിക്കലും ജീവിതത്തിൽ നടക്കില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആദ്യം എൻ്റെ കണ്ണനെ കല്യാണം കഴിക്കണം എന്നൊരു മനസ്സിലുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാനത് കല്യാണമായിട്ട് തന്നെയാണ് കണക്കാക്കണേ കേട്ടോ. രുക്മിണീനെ ആണ് നമ്മൾ സങ്കല്പിക്കണമെങ്കിൽ കൂടെ കണ്ണൻ്റെ വിഗ്രഹം എടുത്തിട്ടാണല്ലോ പോണത്. നമ്മൾ കല്യാണം കഴിക്കുന്ന മാതിരി മാലയായിട്ട് കൊടുക്കുന്നതൊക്കെ നമ്മളല്ലേ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനൊരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു പോസിബിലിറ്റി ഇല്ല. ഒരു രുക്മിണി സ്വയംവരത്തിന് രുക്മിണീനെ അറേഞ്ച് ചെയ്യാതിരിക്കില്ലല്ലോ, അല്ലെങ്കിൽ ദേവിയുടെ വിഗ്രഹം അല്ലെങ്കിൽ കണ്ണനെ മാലയിടാൻ വേണ്ടിയിട്ട് ഒരാളെ അവർ അറേഞ്ച് ചെയ്യാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ എൻ്റെ കണ്ണൻ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് മേ ബി എന്നെ അവിടേക്ക് എത്തിച്ചതായിരിക്കാം. അങ്ങനെ പെട്ടെന്നായിരുന്നു
എന്താ പറയുക ആ ഒരു സമയത്താണല്ലോ വന്ന് ചോദിച്ചത്. അങ്ങനെ കണ്ണനെ എടുത്തു. കണ്ണനെ രുക്മിണി സ്വയംവരമൊക്കെ കഴിഞ്ഞു. കണ്ണൻ്റെയും കൂടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അത്ഭുതം എന്ന് പറഞ്ഞാൽ പോലെ സന്തോഷമാണ്. അത്ഭുതത്തെക്കാളുപരി ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ആ ഒരു നിമിഷം മറക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് എത്രത്തോളം ഈ പറഞ്ഞ മാതിരി എനിക്ക് വിലപ്പെട്ടതാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. അതിപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ നടന്നിട്ടുള്ളൊരു കാര്യം എനിക്ക് വിലപ്പെട്ടത് മാതിരി ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഫീൽ ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇതെനിക്ക് രുക്മിണി സ്വയംവരം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് മാത്രമാണ് ഓർമ്മ വരിക. ആ ഒരു കാര്യം എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം. അതിനുശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞു. കാരണം നെക്സ്റ്റ് ഇയറിലോട്ട് ഞങ്ങളുടെ അമ്പലത്തിൽ അങ്ങനെ എല്ലാ വർഷമൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല, സപ്താഹം ഉണ്ടായിട്ടില്ല. ആ ഒരു 2-3 വർഷം തന്നെ ഉണ്ടായിട്ടുള്ളൂ തോന്നുന്നു. പിന്നെ എനിക്ക് ഇവിടെ അവസരം കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നെ ഈ ഒരു ഇതിന് വേറെ എവിടെയും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ആ കാര്യത്തിൽ ലക്കായിട്ട് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കാത്തൊന്നുമില്ല. ഞാൻ വേറൊന്നും അല്ലല്ലോ ആഗ്രഹിച്ചത്. അപ്പോൾ വേറൊരാൾക്ക് ദോഷം വരുന്നൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇൻസിഡൻ്റ് അല്ലെങ്കിൽ ആ ഒരു അനുഭവമാണ് കേട്ടോ എനിക്കിവിടെ പറയാനുള്ളത്. ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഒരുപാട് കണ്ണനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ. ഉണ്ടായിട്ടുണ്ടാവും എന്നല്ല, എന്തായാലും ഉറപ്പായിട്ടും സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കേൾക്കണ സമയത്ത് ബാക്കിയുള്ളവർക്കും കൂടെ ആ ഒരു ഭക്തി ഉണരാനാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് കൃഷ്ണനോടുള്ള ആ ഒരു വാത്സല്യം അല്ലെങ്കിൽ എന്തൊരു മീൻസ് എത്രത്തോളം ഭക്തരോട് കണ്ണന് സ്നേഹമുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനാണെങ്കിലൊക്കെ സഹായിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെയൊന്ന് വിചാരിച്ചെന്ന് വെച്ചിട്ട് നടക്കാനോ നടക്കാതിരിക്കാനോ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് അതെനിക്ക് കണ്ണൻ തന്നിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ റിയലായിട്ടുള്ള രുക്മിണി സ്വയംവരം എന്ന് പറയുന്ന കഥ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇത് എൻ്റെ രുക്മിണി സ്വയംവരം എന്ന് പറയാൻ പറ്റില്ല, രാധികാ സ്വയംവരം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്ക് പണ്ട് തൊട്ട് തന്നെ ഇങ്ങനൊരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് രാധാദേവി എല്ലാ പാട്ടിലും അല്ലെങ്കിൽ ഇതിലൊക്കെ കേൾക്കുന്നത് രാധിക എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കേൾക്കുക. അപ്പോൾ എൻ്റെ പേര് രാധിക എന്നായത് കാരണം കൊണ്ട് അതുകൊണ്ടും കൂടെ ആയിരിക്കാം കേട്ടോ ഞാനാണ് എന്നുള്ളൊരു ചിന്ത വന്നത്. രാധിക കൃഷ്ണൻ അല്ലെങ്കിൽ കണ്ണനും രാധികയും ഇങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ആയിരിക്കും എൻ്റെ മനസ്സിൽ ചെറുപ്പം തൊട്ടേ ആ ഒരു ഇത് വന്ന് നിറയാൻ തുടങ്ങിയതിന് കാരണം. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കിങ്ങനെ രുക്മിണി ദേവീൻ്റെ കല്യാണം കഴിക്കലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ കുറച്ചൊരു അസൂയില്ല, അതില്ല. അങ്ങനെയല്ല, രാധാദേവീനെ കല്യാണം കഴിക്കണില്ലല്ലോ. പിന്നെ പലരും പറയുന്നത് രാധാദേവി എന്ന് പറയുന്നത് ഭക്തി മാത്രമാണ്, ഭക്തിയുടെ ഒരു അവസ്ഥയാണ് പറയുന്നതെന്നുള്ളത്. പക്ഷേ എന്തോ എല്ലാം ലക്ഷ്മി ദേവിയുടെ അവതാരം തന്നെ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതെൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ സമയക്കുറവ് കാരണം കൊണ്ടാണ് ഇങ്ങനെ അനുഭവങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതായത് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു കണ്ണൻ്റെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.